സംഗീത സംവിധായകൻ ആനന്ദ് മധുസൂദനൻ ആദ്യമായിട്ട് നായകനാകുന്ന സിനിമ വിശേഷം തിയേറ്ററുകളിൽ റിലീസായിരിക്കുകയാണ്. ചിത്രത്തിന്റെ കഥയും തിരക്കഥയും നിർവഹിച്ചിരിക്കുന്നതും ആനന്ദ് തന്നെയാണ്. കണ്ടന്റിന്റെ ക്വാളിറ്റിയാണ് ഒരു സിനിമയുടെ കാതൽ എന്ന് അടിവരയിടുന്ന ചിത്രമാണ് വിശേഷം. സമകാലികമായ ഒരു പ്രമേയത്തെ വളരെ രസകരമായി ആവിഷ്കരിക്കുന്ന സിനിമ ഫീൽ ഗുഡ് മൂഡാണ് നൽകുന്നത്. ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമകളൊക്കെ പരാജയപ്പെടുന്നിടത്ത് ഇത്തരം സിനിമകൾ വിജയിക്കേണ്ടത് അനിവാര്യത തന്നെയാണ്. വിശേഷം മികച്ച വിജയം അർഹിക്കുന്ന പടമാണ് എന്ന് തന്നെ പറയാം. പാവ, എന്റെ മെഴുകുതിരി അത്താരങ്ങൾ, കൃഷ്ണൻകുട്ടി, പണി തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകൻ സൂരജ് ടോമാണ് വിശേഷത്തിന്റെയും സംവിധായകൻ. തുടക്കം മുതൽ അവസാനം വരെ ഒട്ടും ബോറടിപ്പിക്കാതെ വളരെ രസകരമായി സിനിമയെ കൊണ്ടുപോകാൻ സൂരജ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആനന്ദ് മധുസൂദനൻ ശരിക്കും ഞെട്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. സംഗീതം മാത്രമല്ല, അഭിനയവും തിരക്കഥയും തനിക്ക് വാഴുമെന്ന് തെളിയിച്ചു. എവിടെയോ കണ്ടുമറന്ന ഒരാളായി തോന്നുന്ന കഥാപാത്രം. ശരിക്കും അദ്ദേഹം ഈ സിനിമയിൽ ജീവിക്കുകയായിരുന്നു എന്ന് പറയാം. അഭിനയത്തിൽ പുതുമുഖമായ ആനന്ദ് മധുസൂദനൻ നായക സങ്കല്പങ്ങൾക്ക് മാറ്റം വരുത്തി അർമാദിച്ചു എന്ന് തന്നെ പറയാം. സിനിമയുടെ എഴുത്തുകാരനും സംഗീത സംവിധായകനും നായകനുമായ ആനന്ദ് മധുസൂദനൻ, നായിക ചിന്നു ചാന്ദിനി എന്നിവരുടെ പ്രകടനം തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കല്യാണം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്കകം, ഏറ്റവും കൂടിയത് ഒരു മാസത്തിനകം വിശേഷമൊന്നും ആയില്ലേ എന്ന് ചോദ്യം കേൾക്കാത്ത ഭാര്യ ഭർത്താക്കന്മാർ കുറവായിരിക്കും. പേഴ്സണലി പലരെയും ഹേർട്ട് ചെയ്യുന്ന, കാലാകാലങ്ങളായി ഉയർന്നു കേൾക്കുന്ന ഇത്തരം സോ കോൾഡ് ചോദ്യങ്ങളെ ചോദ്യം ചെയ്യുന്ന സിനിമയാണ് വിശേഷം. വളരെ രസകരമായ ഒരു പ്ലോട്ടിനെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നു ഈ സിനിമയിൽ. ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് സംഭവങ്ങളും ഒരു കുടുംബകഥയുടെ പശ്ചാത്തലത്തിൽ വിശേഷത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് തിരക്കഥാകൃത്ത്. കഥയുടെ തുടക്കം മുതൽ അവസാനം വരെ നല്ല പോലെ ആ സിനിമയുടെ കഥാതന്തു വിട്ടുപോകാതെ കോർത്തിണക്കിയിരിക്കുന്നു സൂരജ്. സിനിമയുടെ ആദ്യ പകുതി ഒരു റേഞ്ച് ആണെങ്കിൽ രണ്ടാമത്തെ പകുതി അതിലും മേലെയാണ് നിൽക്കുന്നത്. ആനന്ദ് മധുസൂദനന്റെയും ചിന്നു ചാന്ദിനിയുടെയും മാനസിക സംഘർഷങ്ങൾ ചില നേരങ്ങളിൽ പൊട്ടിത്തെറിക്കുമ്പോൾ പ്രേക്ഷകരായ നമ്മളും അവരുടെ കുടുംബത്തിലെ ഒരു അംഗമാണോ എന്ന് തോന്നൽ പോലും നമുക്ക് വരിക സ്വാഭാവികമാണ്. മിഡ് ഏജ് ക്രൈസിസ് നേരിടുന്ന ആദ്യ വിവാഹത്തിൽ തന്റേതല്ലാത്ത കാരണത്താൽ പരാജയം നേരിട്ട ഷിജു ഭക്തനിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. വിവാഹ പന്തലിൽ വെച്ച് കാമുകനോടൊപ്പം ഒളിച്ചോടുകയായിരുന്നു ഷിജുവിന്റെ ആദ്യ ഭാര്യ. അതിനുശേഷം 2 കൊല്ലത്തിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ഷിജു. അവിടെ കുടുംബക്കാർ ഷിജുവിനെ രണ്ടാം വിവാഹത്തിന് നിർബന്ധിക്കുന്നു. ഒടുവിൽ അവിചാരിതമായി സിവിൽ പോലീസ് ഓഫീസറായ സജിത ഷിജുവിന്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നു. സജിതയും ഒരു വിവാഹബന്ധം പരാജയപ്പെട്ട അവസ്ഥയിൽ നിന്നാണ് വരുന്നത്. സ്നേഹിച്ചും അറിഞ്ഞും അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പതിവ് പോലെ നാട്ടുകാരുടെ വിശേഷ അന്വേഷണങ്ങൾ വരുന്നു. അതിനെ തുടർന്നുള്ള ജീവിത സന്ദർഭങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. മലയാള സിനിമയിലെ നായക സങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്നു ഈ സിനിമയിലെ നായകൻ. വളരെ നല്ല രീതിയിൽ ആനന്ദ് ഷിജുവിനെ അവതരിപ്പിച്ചു. സജിതയായി ചിന്നു ജീവിക്കുകയായിരുന്നു. അൽത്താഫിന്റെ കൗണ്ടറുകളിലൂടെ ആദ്യ പകുതി മുന്നോട്ട് പോകുന്നു. തുടർന്ന് ഷിജുവിന്റെയും സജിതയുടെയും ജീവിതത്തിലൂടെയുള്ള യാത്ര. ടൈറ്റിലിലെ പോലെ അണ്ടങ്ങളുടെയും ബീജങ്ങളുടെയും ഇടയിലൂടെയുള്ള യാത്ര. കുഞ്ഞികൃഷ്ണൻ മാഷ്, ബൈജു എഴുപ്പുന്ന, അൽത്താഫ്, ജിലു, വിനീത് എന്നിവരൊപ്പം അപ്രതീക്ഷിതമായി കഥയിലേക്ക് എത്തുന്ന 2 താരങ്ങൾ കൂടി സിനിമയുടെ തിളക്കം വർദ്ധിപ്പിക്കുന്നു.